നമസ്തേ. ഓം ശ്രീ മഹാവിഷ്ണുവായ സ്വാമിനെ നമഃ. ഓം ശ്രീ മഹാകൃഷ്ണകുട്ട്യായ നമഃ. വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം തൃപ്രയാർ. സ്വാമിയും ധനബലവും. ഇന്ന് ഈ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് വിഷ്ണുമായയ്ക്കാണ്. ഓരോ ദിവസവും സ്വാമിയെ പറ്റി അറിയാൻ ശ്രമിക്കുന്നവരും, സ്വാമിയെ പൂജിക്കാൻ ആഗ്രഹിക്കുന്നവരും, സ്വാമിയെ ഉപാസിക്കാൻ ആഗ്രഹിക്കുന്നവരും, സ്വാമിക്ക് നേദ്യം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും വർദ്ധിച്ചുവരാണ്. അതായത് സ്വാമിയിലുള്ളൊരു ഭയം മാറിയിട്ട് ഒരു സ്നേഹം, പ്രണയം സ്വാമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം എന്തായിരിക്കണം? ഏറ്റവും കൂടുതൽ ധനസ്രോതസ് ആവശ്യമുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും വലിയ വലിയ പണമാണ് ആവശ്യം. അപ്പോൾ എന്തുകൊണ്ടാണ് വിഷ്ണുവായ സ്വാമിക്കും കരിങ്കുട്ടി സ്വാമിക്കും ആ സമയത്ത് ഒരു പ്രാധാന്യം വരാനുള്ള കാരണം? ഒന്ന്, കലിയുഗ വരദനാണ്. രണ്ട്, ധനഭൈരവനാണ് സ്വാമി ഇരിക്കുന്നിടത്ത് ധനം ഓടിയെത്തുന്ന പറയാ. ഇപ്പോൾ സ്വാമിയെ വെച്ച് ആരാധിക്കാനോ അല്ലെങ്കിൽ നാമജപത്തിന് തന്നെ കൊടുത്തവർക്ക് കിട്ടാത്ത പണം കൈവശം എത്തിച്ചേരുക, പെട്ടെന്ന് എത്തിച്ചേരുക, അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. സ്വാമിയുടെ ധ്യാന ശ്ലോകം തന്നപ്പോൾ തന്നെ ചൊല്ലിയപ്പോൾ വർഷങ്ങളായിട്ട് കിട്ടാൻ ഉണ്ടായിരുന്ന പൈസ കുറച്ച് ഇവർ തന്നുകൊണ്ടിരിക്കണു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്വാമി ധനഭൈരവനായതുകൊണ്ട് ധന ആകർഷണം ഉണ്ടാവും അദ്ദേഹത്തിനെ വെച്ച് ആരാധിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ വെച്ചാരാധിക്കാനുള്ള ഒരു ഇഷ്ടം, ഒരു ആഗ്രഹം വർദ്ധിച്ചു വരുന്നത്, അല്ലേ? ഫലപ്രാപ്തി പെട്ടെന്ന് തരുന്നൊരു ദേവനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് ആരാധകർ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല കേട്ടോ, ഇതൊന്നും ആഗ്രഹിക്കാതെ ആരാധിക്കുന്നവരുണ്ട്. സ്വാമിയെ ഉണ്ണിയായിട്ട് ആരാധിക്കുന്നവരുണ്ട്, സാത്വികമായിട്ട് ആരാധിക്കുന്നവരുണ്ട്, അവരെ വിഷമിപ്പിക്കുന്നില്ല, അങ്ങനെ ആരാധിക്കുന്നവരുണ്ട്. എല്ലാവർക്കും സ്വാമിയോടൊരു ഇഷ്ടമാണ്, സ്വാമിയുടെ ഒരു അനുകൂലം. സ്വാമി എപ്പോഴും പ്രവൃത്തി തരുന്ന ദേവനാ, പ്രവൃത്തിയാണ് തരിക. അപ്രത്യക്ഷത്തിലാണ് അദ്ദേഹം ഫലസിദ്ധികൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ധനഭൈരവനായിട്ടുള്ള പൊന്നുണ്ണി വിഷ്ണുവായ സ്വാമിയെ ആരാധിക്കേണ്ട വിധങ്ങളും എങ്ങനെയാണ് ധനാഗമനങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മുടെ അടുത്ത് നേരിട്ട് പറഞ്ഞു തരുന്നതാണ്. നമ്മളെ ഫോണിൽ ബന്ധപ്പെട്ട സ്ഥലമൊക്കെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഗുണങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്